നമസ്കാരം. ആർമിയസ് മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ S3യുടെ പോർഷൻ തന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ റെസിഡ്യൂസ് എന്താണെന്നാണ് നോക്കുന്നത്. അതായത് കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറഞ്ഞൊരു തിയറം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കോഷീസ് റെസിഡ്യൂ തിയറം നമ്മൾ പഠിക്കണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ റെസിഡ്യൂസ് എന്താണെന്ന് നോക്കണം. അപ്പോൾ റെസിഡ്യൂ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നും എന്തൊക്കെ ഫോമിൽ അവിടെ ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റെസിഡ്യൂസ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു നമുക്കിനി പഠിക്കാനുള്ള തിയറം കോഷീസ് റെസിഡ്യൂ തിയറമാണെന്ന് പറഞ്ഞു. അത് ഇൻ്റഗ്രേഷൻ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ആ കോഷീസ് റെസിഡ്യൂ തിയറം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ കോഷീസ് റെസിഡ്യൂ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ആ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോർമുല, എപ്പോഴൊക്കെയാണ് ഈ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ സിംഗുലാരിറ്റി ചെയ്തപ്പം ആ സിംഗുലാരിറ്റിയിൽ നമ്മൾ സിംഗുലാരിറ്റി എന്താണെന്ന് പറഞ്ഞു, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്താണെന്ന് പറഞ്ഞു. ദെൻ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എസെൻഷ്യൽ സിംഗുലാരിറ്റി, റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പോൾ കൂടെ പറഞ്ഞു. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് ലോറൻസ് സീരീസിൽ വരുമ്പോൾ ആണ് നമ്മൾ അയാളെ എന്തെന്ന് പറയുന്നത്, നമ്മൾ അയാളെ പോൾ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോൾ ഫൈൻഡ് ചെയ്യുന്ന കേസിൽ എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു പ്രോബ്ലത്തിൻ്റെ അവിടെ സൈഡിൽ ഞാൻ പറഞ്ഞു കോയിഫിഷ്യൻ്റ് ഓഫ് 1/z ആണ് പോൾ എന്ന് റെസിഡ്യൂ എന്നും ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടെങ്കിൽ മാത്രമേ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പോൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓവർ f(z) എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(z) is equal to 1 by, ഞാനിത് വെറുതെ ഒരു എക്സാമ്പിൾ എഴുതുന്നതാണ്, z മൈനസ് a ഇൻറ്റു z മൈനസ് b ദ ഹോൾ സ്ക്വയർ ഇൻറ്റു z മൈനസ് c ദ ഹോൾ റൈസ് ടു 5. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇതിനകത്തുനിന്ന് പോൾ ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് z വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. നമ്മൾ സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കും. അതായത് z മൈനസ് a ഇൻറ്റു z minus b the whole square into z minus c the whole raised to 5 is equal to 0. ഇക്വേറ്റ് ചെയ്യുമ്പം ഓരോരുത്തരെയും നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. 3 പേരുടെ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. z minus a is equal to 0, z minus b the whole square is equal to 0, അതേപോലെ തന്നെ z minus c the whole raised to 5 is equal to 0 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് z equal to a എന്നൊരു പോയിന്റ് കിട്ടും. z minus b the whole square 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z equal to b എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും z minus b the whole square അല്ലേ, അപ്പോൾ z equal to b, b അല്ലേ എന്ന്. അതെ, b, b ആണ്. പക്ഷേ എനിക്ക് ആ ഒരാളെ മതി, അതാണ് ഞാൻ b എന്ന് എഴുതിയത്. അതേപോലെ z മൈനസ് സിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം z equal to c എന്ന് കിട്ടും. ശരിക്കും നിങ്ങൾ മനസ്സിൽ c, അങ്ങനെ 5 പ്രാവശ്യം എഴുതേണ്ടത്, ഇത് 5 ഫാക്ടർ അല്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നത്. കറക്റ്റ് തന്നെയാണ്. ഇതാണ് പോൾ എന്ന് പറയുന്നത്. ABC എന്ന് പറയുന്നതാണ് പോൾ എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ നേരത്തെ ആലോചിച്ചില്ലേ, z equal to a എന്ന് പറയുന്നത് പോളാണ്. ബട്ട് z equal to a കിട്ടിയ ഈ ഫാക്ടർ ഉണ്ടല്ലോ, z മൈനസ് a എന്ന് പറഞ്ഞ്, ഈ z മൈനസ് a എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ പവർ 1 ആയിരുന്നു. അപ്പോൾ അങ്ങനെ പവർ ഒറ്റ ഫാക്ടറേ ഉള്ളുവെങ്കിൽ ഒരു ഫാക്ടറിൽ നിന്ന് കിട്ടുന്ന പോളിനെ നമ്മൾ പറയുന്നതാണ് z equal to a ഈസ് സിമ്പിൾ പോൾ. അത് നമ്മൾ എന്തെന്ന് പറയും, സിമ്പിൾ പോൾ എന്ന് പറയും. അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ ചോദിച്ചില്ലേ, z മൈനസ് ബി ദ ഹോൾ സ്ക്വയറിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പം അല്ലേ z equal to b കിട്ടിയപ്പോൾ ഇവിടെ b, b എന്നല്ല എഴുതേണ്ടത് നമ്മുടെ മനസ്സിൽ ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ലേ. അതായത് z മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എത്ര ഫാക്ടർ ഉണ്ടായിരുന്നു, ഒന്നല്ല 2 ഫാക്ടർ ഉണ്ടായിരുന്നു, ഒന്നുപോലത്തെ 2 ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് z equal to b എന്ന് കിട്ടിയത്. അപ്പോൾ അതാണ് പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ z equal to b എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 2, പോൾ ഓഫ് ഓർഡർ 2 ആണ്. അപ്പോൾ അതേപോലെ z equal to c എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 5 ആണ്. ഇനി വെറുതെ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കിത് കാര്യം പറഞ്ഞു തന്നെ, നമ്മളൊരു പ്രോബ്ലം കിട്ടുമ്പോൾ എങ്ങനെയാണ് പോൾ ഫൈൻഡ് ചെയ്യണേന്ന്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ f(z) എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ c എന്നായിരിക്കും ഈ ഫംഗ്ഷൻ കിടക്കുക. ഈ ഫംഗ്ഷനെ മാത്രം ഡിനോമിനേറ്ററിലുള്ള ആളെ മാത്രം എടുത്തിട്ടായിരിക്കും നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പോൾ കിട്ടി. അപ്പോൾ ഈ പോളിൽ നിന്ന് റെസിഡ്യൂയിലേക്ക് പോകുമ്പം നമ്മളിപ്പം പോൾ ഫൈൻഡ് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പോൾ 2 ടൈപ്പിലാണുള്ളത്. ഒന്ന് പവർ 1 വരുന്നത്, അതായത് സിമ്പിൾ പോൾ. മറ്റേത് ഒന്നിനേക്കാളും കൂടുതൽ പവർ വരുന്നത്, അതായത് പോൾ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെയാണ് പോളിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്, ഒന്ന് പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആവുന്ന കേസ്, ഇത് രണ്ടും എന്തുവാണ്, പോൾ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയ കേസ് അല്ലേ. n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഇവിടെ n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് റെസിഡ്യൂവിന് ഫോർമുല ഉണ്ടാവുന്നത്. റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ 2 ഫോർമുല ഉണ്ടാവുന്നത് ഈ ഒരു കേസിൽ നിന്നാണ് ഫോർമുല ഉണ്ടാവുക. അപ്പോൾ ഫോർമുല പറഞ്ഞോട്ടെ, റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല ഞാൻ എല്ലാ ഫോർമുലയും കൂടെ ഒന്നിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം സിമ്പിൾ പോളിൻ്റെ കേസ് പറയുവാണേ. ഇഫ്
ഇസെറ്റ് ഈക്വൽ ടു എ സിമ്പിൾ പോൾ, ഒരു സിമ്പിൾ പോൾ ആണെങ്കിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു എ. ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് എഫ് ഓഫ് ഇസെറ്റ് എഴുതിയിട്ട് സഫിക്സിൽ ഇസെറ്റ് ഈക്വൽ ടു എന്ന് എഴുതിയാൽ മതി. വായിക്കുന്നത് എങ്ങനെയാണ്? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു എ ഇഫ് എന്തുവാണ് എ ഇസ് എ സിമ്പിൾ പോൾ. അങ്ങനെയാണെങ്കിൽ ഫോർമുല പറഞ്ഞോട്ടെ. ഫോർമുല എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസെറ്റ് ടെൻസ് ടു എ ഇസെറ്റ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസെറ്റ്. ഈ എഫ് ഓഫ് ഇസെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇൻ്റഗ്രേഷനകത്ത് നിന്ന് കിട്ടുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അത് നമുക്ക് പിന്നെ ആലോചിക്കാം. ഓക്കെ, ഇപ്പം നമുക്കത് മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. നമ്മൾ റെസിഡ്യൂ ആദ്യത്തെ ഫോർമുല ഇതാ പഠിച്ചു. സിമ്പിൾ പോൾ ആണെങ്കിൽ ഫോർമുല എന്തുവാണ്? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസെറ്റ് ടെൻസ് ടു എ ഇസെറ്റ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസെറ്റ്. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല. നമുക്കതൊരു ബോക്സിനകത്താക്കി എഴുതാം. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയുവാണ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ്. രണ്ടാമത്തെ ഫോർമുല നമ്മൾ പറയാൻ പോവുകയാണേ. രണ്ടാമത്തെ ഫോർമുലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഈക്വൽ ടു എ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ അങ്ങനെ എഴുതിയില്ല, കാരണം ഈ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഈക്വൽ ടു എ എന്നുള്ളത് ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഈക്വൽ ടു എ എന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതുന്നതിന് പകരം ഞാൻ ആ വേർഡ്സിലും കൂടെ ഒന്ന് എഴുതി തന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് സിമ്പിൾ പോളിൻ്റെ കാര്യം. പിന്നെ പറയാനുള്ളത് എന്താ? പോളിൻ്റെ ഓർഡർ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസ്. ഇഫ് എ ഈസ് പോൾ ഓഫ് ഓർഡർ n, ഇഫ് എ ഈസ് പോൾ ഓഫ് ഓർഡർ n, ഓർഡർ n ആവുമ്പോൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുന്ന ആ ഫോർമുല. ഈ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഫോർമുല 1/n-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് ഇസെറ്റ് ടെൻസ് ടു എ, ലിമിറ്റ് ഇസെറ്റ് ടെൻസ് ടു എ. അടുത്ത് നോക്കിക്കോളേ, d റൈസ് ടു n-1 ബൈ d ഇസെറ്റ് റൈസ് ടു n-1. അതെന്താ സംഭവം? ഡെറിവേറ്റീവ് വിത്ത് റൈസ് ടു n-1 by d z റൈസ് ടു n-1 ഓഫ് z മൈനസ് എ ദ ഹോൾ പവർ n ഇൻറ്റു എഫ് ഓഫ് z. ഈ തന്നെ നമ്മുടെ ഫാക്ടർ ഇസെറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ ഫോർമുല ലിമിറ്റ് n-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് ഇസെറ്റ് ടെൻസ് ടു എ. ഇതേ ഫോർമുല തന്നെയാണ്, ഇസെറ്റ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസെറ്റ് തന്നെയാണ്. ബട്ട് അതിനകത്ത് ഒരു 1/n-1 ഫാക്ടോറിയലും d റൈസ് ടു n-1 by d ഇസെറ്റ് റൈസ് ടു n-1 വന്നു. ഇസെറ്റ് മൈനസ് എ എന്നുള്ള ആൾക്ക് ഓർഡർ n ആയതുകൊണ്ട് ആ ഫാക്ടർ മോൾഡ് വേണ്ടി വന്നു, ഇസെറ്റ് മൈനസ് എ ദ ഹോൾ പവർ n. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫോർമുല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഓക്കെ, നമ്മൾ രണ്ട് ഫോർമുല. ഇപ്പം ഫോർമുല തീർന്നു വിചാരിക്കുന്നത്. ഇനിയൊരു കേസ് കൂടെ ഉണ്ട്. സപ്പോസ് നമ്മുടെ എഫ് ഓഫ് ഇസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പോൾ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ക്വസ്റ്റ്യൻ തന്നെ സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഫ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസെറ്റ് ബൈ സൈൻ ഇസെറ്റ് എന്ന് കിടക്കുക എന്ന് വിചാരിച്ചോ. ഇതുപോലത്തെ പോളിനോമിയൽ അല്ല, പോളിനോമിയൽ അല്ലാതെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിനോമിനേറ്ററിൽ വന്നിട്ട് അങ്ങനെയുള്ള ഫംഗ്ഷൻ നമുക്ക് പോൾ ഫൈൻഡ് ചെയ്ത് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ടി വരുന്ന കേസിൽ നമ്മൾ വേറൊരു ഫോർമുല കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് വേറൊരു ഫോർമുല യൂസ് ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങളുടെ മൂന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത്. അതായത് ഇഫ് എഫ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ഇസെറ്റ് ബൈ ജി ഓഫ് ഇസെറ്റ് ഫോം. നിങ്ങളുടെ ഫംഗ്ഷൻ ഇങ്ങനെ എഫ് ഓഫ് ഇസെറ്റ് ബൈ ജി എച്ച് ഓഫ് ഇസെറ്റ് ബൈ ജി ഓഫ് ഇസെറ്റ് ഫോർമുല ആണെങ്കിൽ നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഫോർമുല റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് അറ്റ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു എ is equal to, ശ്രദ്ധിച്ചോണേ, എച്ച് ഓഫ് എ ബൈ ജി ഡാഷ് ഓഫ് എ. ഇതെന്ത് എളുപ്പമാണെന്നല്ലേ ഇപ്പോൾ ആലോചിക്കണേ. സപ്പോസ് ഇതിൻ്റെ അറ്റ് ഇസെറ്റ് ഈക്വൽ ടു 0 ഇതിൻ്റെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എച്ച് ഓഫ് 0 തന്നെ ഇ റൈസ് ടു 0 ബൈ ജി ഡാഷ് ഓഫ് 0 തന്നെ സൈൻ ഇസെറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം സൈൻ ഇസെറ്റിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഇസെറ്റ്, അതിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ പോയിന്റ് അവർ തന്നിട്ടുണ്ടായിരിക്കും ഏത് പോയിന്റിലാണ്. അല്ലെങ്കിൽ ചില പ്രോബ്ലത്തിനകത്ത് നമുക്ക് തന്നെ പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. രണ്ട് തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട്, രണ്ട് തരത്തിലുള്ള പ്രോബ്ലം ചെയ്യാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള 3 ഫോർമുല, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്ന 3 ഫോർമുല പറഞ്ഞു. ഇതിന് പുറമെ ഒരു കാര്യം കൂടെ ഞാൻ കഴിഞ്ഞ സിംഗുലാരിറ്റീസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻറ്റ് ഓഫ് 1/z. എങ്ങനെയാണ് കോയിഫിഷ്യൻറ്റ് ഓഫ് 1/z ആഫ്റ്റർ എക്സ്പാൻഡിങ് ടു ലോറൻസ് സീരീസ്. ലോറൻസ് സീരീസിനെ പോലെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമുള്ള കോയിഫിഷ്യൻറ്റ് ഓഫ് 1/z നമ്മൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും
ഈ തരത്തിൽ ഇൻ്റഗ്രേഷൻ ചെയ്യാനും നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ ഒരൊറ്റ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടി ഞാൻ എഴുതുന്നത്. ഈ 4 കാര്യം ഓർമ്മയ്ക്ക്. ഇതിപ്പോൾ മനസ്സിലായാലും കുഴപ്പമില്ല. പ്രോബ്ലം വരുമ്പം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം നിങ്ങളെ ഓർമ്മിപ്പിച്ചോളാം. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോമുല എന്തൊക്കെയാണ്? ഇസഡ് ഈക്വൽ ടു എ സിമ്പിൾ പോൾ ആണെങ്കിൽ ഒരു ഫോമുല, ഇസഡ് ഈക്വൽ ടു എ തന്നെ പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ മറ്റൊരു ഫോമുല, പിന്നെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് ഇസഡ് ബൈ ജി ഓഫ് ഇസഡ്, ഇതുപോലത്തെ ഫോമുല. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എന്ന് പറയുന്ന പോളിനോമിയൽ അല്ലാതെ വരുന്ന കേസ് ചെയ്യാനാണെങ്കിൽ ഒരു ഫോമുല. പിന്നെ എന്തുവാ, നമുക്ക് ഇതുപോലെ ഈ ഫോമുല ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇ റൈസ് ടു ഇസഡിൻ്റെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുക, ഇ റൈസ് ടു 1/z റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇ റൈസ് ടു 1/zനെ എക്സ്പാൻഡ് ചെയ്യാം. 1 + 1/z by 1 factorial plus 1/z the whole square by 2 factorial plus etc. എന്ന് പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് അവിടെ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് 1/z വിച്ച് ഈസ് ഈക്വൽ ടു 1 അങ്ങനെ എഴുതാം. അപ്പോൾ അങ്ങനെ ചില പ്രോബ്ലം ഇൻ്റഗ്രൽ ഇ റൈസ് ടു 1/z dz എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഇ റൈസ് ടു 1/zൻ്റെ റെസിഡ്യൂ ഇതുപോലെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കോഷ്യസ് റെസിഡ്യൂ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഞാൻ എന്തായാലും പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഈ ഫോമുല എവിടെ അപ്ലൈ ചെയ്യണം എന്ന് പിന്നെ പറഞ്ഞു തന്നോളാം. പക്ഷേ ഈ ഫോമുലയുടെ കൂട്ടത്തിൽ നമുക്കിത് 4 ഒന്നിച്ച് കിടന്നോട്ടെ, അപ്പോഴല്ലേ പരീക്ഷയ്ക്ക് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മുടെ ഫോമുലയായി. ഓക്കെ, ഈ ഫോമുല 4 കയ്യിൽ എഴുതി വെച്ചിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള വീഡിയോ ബാക്കി കാണാനായിട്ട്. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഓരോ ഫോമുലയും പറയുമ്പോൾ ഞാൻ വീണ്ടും എഴുതാം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലൊരു ഓർമ്മ കാണുമല്ലോ. നമുക്ക് മൊത്തം 4 ഫോമുലയല്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റും ഏത് ഫോമുലയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാനുള്ള ഒരു ചാൻസ് കിട്ടും. അതുകൊണ്ട് ഈ ഫോമുല 4 നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 2z - 3 ഇൻറ്റു z - 3 ഇൻറ്റു z + 4. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പോൾ ഫൈൻഡ് ചെയ്യണം, പിന്നെ അത് യൂസ് ചെയ്തിട്ട് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോൾ ഫൈൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിരുന്ന പോൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണ്? z - 3 ഇൻറ്റു z + 4 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. അതിന് 0ക്ക് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ കിട്ടുക? z - 3 ഈക്വൽ ടു 0 എന്നും കിട്ടും, z + 4 ഈക്വൽ ടു 0 എന്നും കിട്ടും. z - 3 ഈക്വൽ ടു 0യിൽ നിന്ന് z ഈക്വൽ ടു 3 എന്ന് കിട്ടും. z + 4 ഈക്വൽ ടു 0യിൽ നിന്ന് z ഇസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. അപ്പോൾ 2 പോൾ കിട്ടി. ഈ 2 പോളിൻ്റെ ഓർഡർ എന്തുവാണ്? നോക്കിക്കേ, ഈ 2 ഫാക്ടറിൻ്റെയും പവർ എന്താ? 1. അപ്പോൾ ഇത് രണ്ടും എന്താണ്? സിമ്പിൾ പോളാണ്. ദെയർഫോർ z ഈക്വൽ ടു 3, -4 ആർ സിമ്പിൾ പോൾസ്. എന്ത് തരം പോളാണ്? സിമ്പിൾ പോൾസ്. കാരണം ഒരൊറ്റ ഫാക്ടറി ഉണ്ടായിരുന്നുള്ളൂ, അതിന് പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് സിമ്പിൾ പോൾ. അപ്പോൾ സിമ്പിൾ പോളിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്താണെന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ്, residue of f of z at z is equal to a if a is a simple pole. Formula എന്നതാണ്? ലിമിറ്റ് z tends to a z minus a into f of z. ഇതിൽ നമ്മുടെ ഫോമുല. ഈ ഫോമുല യൂസ് ചെയ്ത് നമ്മൾ ഈ 2 പേർക്കും എന്ത് ഫൈൻഡ് ചെയ്യാണ്? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. സിമ്പിൾ പോളാണ്. അപ്പോൾ 2 പേർക്കും ഇത് തന്നെയാണ് ഫോമുല യൂസ് ചെയ്യേണ്ടത്. സോ ആദ്യം ഞാൻ ഏതിലാണ് ഫൈൻഡ് ചെയ്യാൻ പോണേ? അറ്റ് z is equal to 3ക്ക് ഫൈൻഡ് ചെയ്യുവാണേ. z is equal to 3 എന്നുള്ള പോയിന്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ residue of f of z at z is equal to 3 is equal to residue of f of z at z is equal to 3 is equal to limit z tends to 3 z minus 3 into f of z. f of z എന്നൊരു ക്വസ്റ്റ്യനിൽ എന്താ വന്നിട്ടുണ്ടായിരുന്നത്? 2z minus 3 by z minus 3 into z plus 4. അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. z minus 3 into 2z minus 3 by z minus 3 into z plus 4 എന്നുള്ള അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും, നമ്മൾ എത്ര പ്രോബ്ലം ചെയ്യുമ്പോഴായാലും നമ്മളെപ്പോഴും ഒരു ഫാക്ടർ ഏതാണോ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുന്ന ഫാക്ടർ, ആ ഫാക്ടർ ക്യാൻസലായി പോകും. കാരണം ഡിനോമിനേറ്ററിൽ എഫ് ഓഫ് ഇസഡിലെ ഒരാളല്ലേ നമ്മളെ ആ ഒരു ഫാക്ടറാണല്ലോ നമുക്ക് എന്താ പോളെന്ന് തന്നെ കിട്ടുന്നത്. അപ്പോൾ അതിന് കാരണമായ ഫാക്ടർ എപ്പോഴും അങ്ങ് ക്യാൻസലായി പോകും. അതവിടെ ഇനി എക്സിസ്റ്റ് ചെയ്തില്ല. ഇനി എന്താ വേണ്ടേ? z ഈക്വൽ ടു z ടെൻസ് ടു 3 2z minus 3 by z plus 4. zന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയായി മാറും? ദിസ് ഇസ് ഈക്വൽ ടു, അതിൻ്റെ ആൻസർ എങ്ങനെയായി മാറുവാണ്? ദിസ് ഇസ് ഈക്വൽ ടു ഓക്കെ 2 into 3, ദാറ്റ് ഇസ് 6 minus 3 വരും. 6 minus 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ബൈ അടുത്ത് നോക്കിക്കേ 3 plus 4, that is equal to 7. നമ്മുടെ ആദ്യത്തെ ആൻസർ കിട്ടി. അതായത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടി? 3/7 എന്ന ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരാളെ കൂടെ കണ്ടുപിടിക്കണം. അതെന്താണ്? അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു -4 കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേ ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ്
at z is equal to minus 4 is equal to limit z tends to minus 4 z minus of minus 4 എന്ന് പറയുമ്പോൾ z plus 4 into f of z. ക്വസ്റ്റ്യൻ f of z ഇത് കിടപ്പുണ്ട് 2z minus 3 by z minus 3 into z plus 4. നമ്മൾ z plus 4 cancel ആയി. z ന് minus 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2 into minus 4 എന്ന് എന്താ minus 8. minus 8 minus 3 എന്ന് പറയുമ്പം minus 11. So this is equal to minus 11 numerator വന്നു. ഡിനോമിനേറ്ററിൽ ഇസെറ്റിൻ്റെ സ്ഥാനത്ത് മൈനസ് 4 വരും. മൈനസ് 4ഉം മൈനസ് 3യും വരുമ്പോൾ അത് മൈനസ് 7. സോ ദിസ് ഇസ് ഈക്വൽ ടു 11/7. രണ്ടാമത്തെ ആൻസറും കിട്ടി. നമ്മളെടുത്ത് പോൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ പോൾ ഫൈൻഡ് ചെയ്തു. ഓരോരുത്തർക്കും റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. നമുക്ക് കോഷീസ് ഇന്റഗ്രൽ തിയറം എന്ന് ചോദിച്ചാൽ അതിനകത്ത് റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ട്. അതല്ലാണ്ട് ഫൈൻഡ് റെസിഡ്യൂ എന്ന് പറഞ്ഞ് മാത്രം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ വലിയ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെസിഡ്യൂ ഫൈൻഡ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്. ഈ സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് എന്നുള്ള രീതിയിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഫോമുലേനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഫോമുല കുറേ പഠിച്ചിട്ടുണ്ട്. 3 ഫോമുല പഠിച്ചു. ആ 3 ഫോമുലേനെ ബേസ് ചെയ്ത് എല്ലാ പ്രോബ്ലവും നമുക്ക് ചെയ്യാം. എന്നാലും ഇത് സിമ്പിൾ പോൾ വരുമ്പോൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുവാണേ ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് f of z is equal to find poles and residues of f of z is equal to z into e raised to 2i z, z into e raised to 2i z the whole by z square plus 9. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. the whole by z square plus 9. എന്തായാലും ഡിനോമിനേറ്ററിൽ പോളിനോമിയൽ ആവുന്നേക്കും നമുക്ക് ആദ്യം അയാളെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0 എന്ന് കിട്ടും. z സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ z പ്ലസ് 3i ഇൻറ്റു z മൈനസ് 3i. കാരണം നമുക്ക് എന്തറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഫോമുല അനുസരിച്ചിട്ടാണ് ഞാനിവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക. ഇസെഡ് സ്ക്വയർ മൈനസ് 3i ദ ഹോൾ സ്ക്വയർ, ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ അത് പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇസെഡ് സ്ക്വയർ പ്ലസ് 9 തന്നെ വരും. സോ അതുകൊണ്ടാണ് ഇസെഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വന്നാൽ എപ്പോഴും ആലോചിക്കുക അത് ഇസെഡ് പ്ലസ് എ ഐ ഇൻറ്റു ഇസെഡ് മൈനസ് എ ഐ ആണ്. അപ്പോൾ മറന്നു പോരുതേ. എവിടെയെങ്കിലും ഇസെഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കണ്ടാൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി? ഇസെഡ് പ്ലസ് എ ഐ ഇൻറ്റു ഇസെഡ് മൈനസ് എ ഐ എന്നുള്ള ഫോമിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഇസെഡിന് എന്തൊക്കെ ഫാക്ടർ കിട്ടുക? ഓരോരുത്തരെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസെഡ് ഈക്വൽ ടു 3i എന്നും കിട്ടും. ഇസെഡ് പ്ലസ് 3i ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസെഡ് ഈക്വൽ ടു മൈനസ് 3i എന്ന് കിട്ടും. ഇസെഡ് മൈനസ് 3i ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസെഡ് ഇസ് ഈക്വൽ ടു 3i എന്ന് കിട്ടി. ഓക്കെ, ഇത് രണ്ടിൻ്റെയും പവർ എന്തായിരുന്നു? 1 ആയിരുന്നു. സോ ഇതെന്ത് പോളാണ്? സിമ്പിൾ പോളാണ്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത സെയിം പ്രോബ്ലം തന്നെ വന്നില്ലേ? അപ്പോൾ സിമ്പിൾ പോൾ ആണെങ്കിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്? റെസിഡ്യൂ ഇഫ് z ഈക്വൽ ടു a ഈസ് സിമ്പിൾ പോൾ. സിമ്പിൾ പോൾ ആണെങ്കിൽ റെസിഡ്യൂ, ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഫോമുല ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഫോമുല. റെസിഡ്യൂ ഓഫ് f of z at z is equal to a is equal to limit z tends to a z minus a into f of z. നമ്മൾ ഫോമുല എഴുതി വെച്ചു. ഈ ഫോമുലയ്ക്കകത്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫോമുല നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോക്സിനകത്തിട്ട് വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഇത് ചെയ്യാം നമുക്ക്. നമ്മൾ ആദ്യം ഇത് ചെയ്യുവാണ് അറ്റ് z is equal to മൈനസ് 3i ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ റെസിഡ്യൂ ഓഫ് f of z, റെസിഡ്യൂ ഓഫ് f of z അറ്റ് z is equal to ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈനസ് 3i. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ ലിമിറ്റ് z ടെൻസ് ടു മൈനസ് 3i z മൈനസ് 3i ഇൻറ്റു എഫ് ഓഫ് ഇസെഡ്. എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസെഡ് ഇസ് ഈക്വൽ ടു മൈനസ് 3i വരുമ്പോൾ ഇസെഡ് മൈനസ് എ എന്നാണ് വരുന്നത്. ഇസെഡ് മൈനസ് ഓഫ് മൈനസ് 3i വരുമ്പോൾ ഇത് ഇസെഡ് പ്ലസ് 3i ആവും ഇൻറ്റു എഫ് ഓഫ് ഇസെഡ്. എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ ഇസെഡ് ഇൻറ്റു ഇ റേസ് ടു 2i ഇസെഡ് ദ ഹോൾ ബൈ ഇസെഡ് സ്ക്വയർ പ്ലസ് 9. ഇസെഡ് സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതുന്നതിനേക്കാളും നല്ലത് എന്താ? അതിൻ്റെ ഫാക്ടറൈസ് ചെയ്ത ഫോം കിടപ്പുണ്ട് ഇസെഡ് പ്ലസ് 3i ഇൻറ്റു ഇസെഡ് മൈനസ് 3i. കാരണം നമുക്ക് ആ ഫാക്ടർ എന്തായാലും ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഫാക്ടറൈസ് ചെയ്താൽ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോഴേ അത് ക്യാൻസലായി പോകത്തുള്ളൂ. ഇനി ഇസെഡ് പ്ലസ് 3iയും ഇസെഡ് പ്ലസ് 3iയും ക്യാൻസലായി പോയി. ബാക്കി നോക്കിക്കേ, നമുക്ക് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇസെഡിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താ? 3i മൈനസ് 3i എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 3i ഇൻറ്റു ഇ റേസ് ടു 2i ഇൻറ്റു മൈനസ് 3i എന്ന് വരും. ഇ റേസ് ടു 2i ഇൻറ്റു മൈനസ് 3i. 2 ഇൻറ്റു 3 എന്താ? 6. മൈനസ് സൈൻ എവിടെയുണ്ട്? അപ്പം ഇ റേസ് ടു മൈനസ് 6 ഉണ്ട്.
ഐ സ്ക്വയർ വരുന്നുണ്ട്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ -1. സോ അത് e⁻⁶ ആവും കണ്ടോ. ദ ഹോൾ ബൈ -3iയും -3iയും കൂടെ -6i എന്നാവും. അപ്പോൾ ഐ ക്യാൻസൽ ആവും. 3ഉം 6ഉം പോകുമ്പോൾ ഇവിടെ 2 മൈനസും കൂടെ പോകുമ്പോഴേക്ക് ആൻസർ എന്താവുകയാണ് 1/2 ആവുകയാണ്. ഓക്കെ, നമുക്ക് അടുത്തതും കൂടെ കണ്ടുപിടിക്കാം. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 3iക്ക് ഫൈൻഡ് ചെയ്യണം. സെയിം ഫോമുല തന്നെയാണ്. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 3i z minus 3i into f of z. f of z എന്ന് പറഞ്ഞാൽ z into e⁻²i z the whole by z plus 3i into z minus 3i. ഇവിടെ വന്ന ഫാക്ടർ എന്തായാലും അങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കി ഇനി z നമ്മൾ 3i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? 3i into e⁻², നേരത്തെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ 2i into മൈനസ് ഇല്ല പ്ലസ് ആ വരിക അടുത്ത്. അപ്പോൾ 2i into 3i എന്ന് പറയുമ്പോൾ 2 into 3 6ഉം ഐ സ്ക്വയറിൽ ഒരു മൈനസും വരുമ്പോൾ ഇത് e⁻⁻6 ആവും. ഓക്കെ, e⁻⁻6 by 3i plus 3i എന്ന് പറഞ്ഞാൽ 6i ആണ്. അപ്പോൾ i ക്യാൻസലായി 3ഉം 6ഉം പോകുമ്പോൾ ഇവിടെ 2ഉം വന്നു. സോ ദിസ് ഈക്വൽ ടു e⁻⁻6/2. ഓക്കെ, ഞാനിവിടെ എഴുതിയപ്പോൾ 1/2 മാത്രമേ എഴുതിയുള്ളൂ. e⁻⁶ എഴുതാൻ വിട്ടുപോയി, അതിൻ്റെ തെറ്റാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എന്തുവാണ് സിമ്പിൾ പോളിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. സിമ്പിൾ പോളിനകത്ത് തന്നെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, ഞാൻ ഹോംവർക്ക് തന്നിട്ട് പലരും എൻ്റെ അടുത്ത് തിരിച്ച് മിസ് ചെയ്തതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്ത് തരാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഹീറ്റ് ഇക്വേഷനൊക്കെ പ്രോബ്ലത്തിനകത്ത് ഒരുപാട് പേര് എൻ്റെ ആൻസർ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്ന് ആ ഹീറ്റ് ഇക്വേഷൻ അറിയാമല്ലോ, നമുക്ക് കുറച്ച് സോൾവ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ഇരുന്നൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ എനിക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ സമയമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് എനിക്ക് റിപ്ലൈ തരാൻ പറ്റാതിരിക്കുന്നത്. അത് എപ്പോഴെങ്കിലും ഞാൻ റിവിഷൻ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്ന കമൻറ്റിലുള്ള ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് റിവിഷനകത്ത് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹോംവർക്ക് പറഞ്ഞോട്ടെ. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/z⁻⁴ - 1 a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോം. അപ്പോൾ അത് ഞാൻ z⁻⁴ - 1 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞോട്ടെ. z⁻⁴ - 1നെ z² + 1 ഇൻറ്റു z² - 1 എന്ന് എഴുതാം. z² + 1നെ ഈ ഫോമുല അനുസരിച്ച് z plus I into z minus I into z² - 1 എന്നുള്ളത് z plus 1 into z minus 1 എന്ന് എഴുതാം. അപ്പോൾ 4 ഫാക്ടർ വരുന്നുണ്ട്. ഇസെറ്റിന് നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് എന്തൊക്കെയായിരിക്കും? I കിട്ടും, -i കിട്ടും, 1 വരും, -1 വരും. എല്ലാം സിമ്പിൾ പോളാണ്. 4 പോയിന്റിനും നമുക്ക് ഇതുപോലെ ഫൈൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് ഇതാണ്. z⁻⁴ - 1നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ള പാർട്ട് അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി ഈ ഫോമുല വെച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് തനിയെ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയട്ടെ. ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് f of z is equal to z into e⁻⁻z by z plus 1 the whole cube. z into e⁻⁻z by z plus 1 the whole cube. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇനി പ്രോബ്ലം ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ. എഫ് ഓഫ് z is equal to z into e⁻⁻z by z plus 1 the whole cube എന്ന് പറയുന്നതിൽ z plus 1 the whole cube ഡിനോമിനേറ്റർ നമ്മൾ ആദ്യം 0ക്ക് ഇക്വേറ്റ് ചെയ്യും. z plus 1 the whole cube is equal to 0. So z is equal to -1 എന്ന് കിട്ടി. z plus 1 the whole cube എന്ന് പറയുമ്പം എന്താ, എത്ര ഫാക്ടർ ഉണ്ട് ഇവിടെ? 3 എണ്ണം ഉണ്ട്. അപ്പോൾ z equal to -1 is pole of order 3 ആണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് പോൾ ഓഫ് ഓർഡർ 3 വന്ന കാരണം നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് പോൾ ഓഫ് ഓർഡർ n എന്ന് പറയുന്ന ഫോമിൽ എങ്ങനെയാണ് വരിക? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു a is equal to പോൾ ഓഫ് ഓർഡർ n വരുമ്പോൾ ഫോമുല 1/n-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു a d⁻n-1 by dz⁻n-1 z minus a the whole power n into f of z. ഓക്കെ, ഇതാണ് നമ്മുടെ റെസിഡ്യൂവിൻ്റെ ഫോമുല. ഈ ഫോമുല നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, that is equal to residue of f of z
at z is equal to minus 1 is equal to 1 by n minus 1 factorial. n എന്ന് പറയുന്നത് എന്താണ്? 3. 3 minus 1 എന്ന് പറഞ്ഞാൽ 2 factorial into limit z tends to minus 1. എയുടെ സ്ഥാനത്ത് മൈനസ് 1 കൊടുത്തു. d raised to n minus 1. n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? പവർ n equal to 3 ആണ്. ഓർഡർ 3 ആണ്. സോ n equal to 3. അത് ഈ ഫോമിലേക്ക് കൊടുക്കുമ്പോൾ d raised to 3 minus 1. സോ d square by dz square into z minus a the whole സോറി എ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 1. അപ്പോൾ ഇത് z പ്ലസ് 1 ദ ഹോൾ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് ഇസെഡ്. എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസെഡ് ഇൻറ്റു ഇ റേസ് ടു ഇസെഡ് ബൈ ഇസെഡ് പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. ഓക്കെ, അതിലൂടെ പറയാം. നമ്മൾ ഫോമുല എഴുതി. ഫോമുലയിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇസെഡ് ഈക്വൽ ടു മൈനസ് 1 പോൾ ഓഫ് ഓർഡർ 3 എന്നാണ് കിട്ടിയത്. സോ ഇവിടുത്തെ n എന്ന് പറയുന്നത് 3 ആണ്. ഈ ഫോമുലയിൽ എൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോഴാണ് 1 by 3 minus 1 2 ഫാക്ടറിൽ നിന്ന് കിട്ടി. ലിമിറ്റ് z ടെൻസ് ടു മൈനസ് 1 d സ്ക്വയർ by dz square z plus 1 the whole cube into f of z എന്ന് പറഞ്ഞാൽ z into e raised to z by z plus 1 the whole cube. z plus 1 the whole cube z plus 1 the whole cube ക്യാൻസൽ ആയിപ്പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? z സ്ഥാനത്ത് മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു സ്റ്റെപ്പ് കിടക്കുന്നുണ്ടോ? d സ്ക്വയർ ബൈ dz സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 1 by 2 into ലിമിറ്റ് z tends to minus 1 z tends to minus 1 d സ്ക്വയർ ബൈ ഡി ഇസെഡ് സ്ക്വയർ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാരണം d ബൈ ഡി ഇസെഡ് എന്ന് നമ്മൾ എഴുതുവാണ്. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇസെഡ് ഇൻറ്റു ഇ റേസ് ടു ഇസെഡിൻ്റെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റേസ് ടു ഇസെഡ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ഇസെഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു ഇസെഡ് ഇൻറ്റു ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ഡിനോമിനേറ്റർ ഒന്നും ഇല്ല, ആകെ ഇസെഡ് ഇൻറ്റു ഇ റേസ് ടു ഇസെഡ് ബാക്കി ഉണ്ടായിരുന്ന ഞാനൊരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് d ബൈ ഡി ഇസെഡ് എന്ന് മാത്രം എഴുതിയത്. ഡി സ്ക്വയർ ഇവിടെ പോയി എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇസെഡ് ഇ റേസ് ടു ഇസെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് എഴുതാത്തത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ബാക്കിയുള്ളത് d ബൈ ഡി ഇസെഡ്. ഇനി ഈ d ബൈ ഡി ഇസെഡ് യൂസ് ചെയ്ത് ഇയാളെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ദിസ് ഇസ് ഈക്വൽ ടു 1 by 2 into ലിമിറ്റ് z tends to minus 1 d by dz of z e raised to z എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ z ഇൻറ്റു ഇ റേസ് ടു ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ഇസെഡ് തന്നെയാണ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു ഇസെഡ് ഇൻറ്റു ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇ റേസ് ടു ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ഇസെഡ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഇനി ഇസെഡിന് മൈനസ് 1 കൊടുക്കുമ്പം 1 by 2 ഇൻറ്റു ഇസെഡിന് മൈനസ് 1 വരുമ്പം മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 1. ഇസെഡിൻ്റെ സ്ഥാനത്ത് മൈനസ് 1 കൊടുത്തതാണ്. ഇത് നോക്കി, മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് 1ഉം ഒരു ഇ റേസ് ടു മൈനസ് 1ഉം ക്യാൻസലായി പോകത്തില്ലേ? ബാക്കി എന്താ ഉള്ളത്? ഇ റേസ് ടു മൈനസ് 1 by 2. ഓർ വേണമെങ്കിൽ നമുക്ക് ഇ റേസ് ടു മൈനസ് 1 എന്ന് എഴുതാൻ ഭംഗിയില്ലാന്ന് തോന്നുവാണെങ്കിൽ 1 by 2 എന്ന് എഴുതാം. എന്തിനാ? ആ പവർ നമുക്ക് ഇ റേസ് ടു മൈനസ് 1 എന്ന് എഴുതണമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ 1 by 2 എന്നുള്ള ഫോമിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇടയ്ക്ക് വെച്ച് ക്യാമറ ഒന്ന് ചരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. നമ്മുടെ പ്രോബ്ലം ഇവിടെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് റെസിഡ്യൂ തന്നെ ഇപ്പം എന്താ പവർ ഗ്രേറ്റർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു പ്രോബ്ലം കൂടെ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു എന്തുവാണ് എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽ അല്ലാത്ത ടൈപ്പിൽ വരണമെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ബാക്കിയുണ്ട്. പിന്നെ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെഡ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z ആണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ബാക്കിയുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയ്ക്കകത്ത് എനിക്ക് ഇത്ര പ്രോബ്ലമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി പ്രോബ്ലമായിട്ട് നമുക്ക് വീണ്ടും കാണാം.